യേശുവേ നന്ദി, യേശുവേ സ്തുതി. അമ്മയും മാതാവേ, ഞാൻ ആദ്യമായി അമ്മയോട് സോറി ചോദിക്കുന്നു. ഞാൻ സാക്ഷ്യം പറയാൻ ലേറ്റായതിന്. ഞാൻ 2021 10-ാം മാസം ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത ഒരാളാണ്. ആ സമയത്ത് ഞാൻ OET എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു. ഞാൻ ഫസ്റ്റ് അറ്റംപ്റ്റ് ചെയ്തപ്പോൾ അതെനിക്ക് കിട്ടിയില്ലായിരുന്നു. അത് കഴിഞ്ഞ ശേഷമാണ് ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്തത്. അതിനുശേഷം ഞാൻ ആദ്യത്തെ ഉടമ്പടി പുതുക്കിയപ്പോഴും എനിക്ക് കിട്ടിയില്ല. വീണ്ടും ഞാൻ ഇവിടെ വന്ന് ഞാൻ വീണ്ടും ഉടമ്പടി 2ാമത്തെ ഉടമ്പടി പുതുക്കിയതിൻ്റെ ശേഷം മാത്രമാണ് ഞാൻ OET പാസ്സായത്. അതിൻ്റെ ശേഷം ഞാൻ ഓസ്കിക്ക് വേണ്ടി തയ്യാറെടുത്ത സമയങ്ങളെല്ലാം കുറച്ച് വിസ പ്രോബ്ലംസും എല്ലാം എനിക്കുണ്ടായിരുന്നു. ആ സമയത്തെല്ലാം ഞാൻ മാതാവിനോട് മുട്ടിപ്പായി പ്രാർത്ഥിച്ച് ഞാൻ ഡെയിലി പ്രാർത്ഥനയിലെല്ലാം പങ്കുചേർന്ന് യൂട്യൂബിൽ അച്ഛൻ ധ്യാനം കൂടി പ്രാർത്ഥിക്കുമായിരുന്നു. അതേപോലെ സാക്ഷ്യങ്ങളൊക്കെ ഞാൻ ഷെയർ ചെയ്ത് പ്രാർത്ഥിക്കുമായിരുന്നു. അങ്ങനെ എൻ്റെ എല്ലാ വിസ തടസ്സങ്ങളെല്ലാം മാറി. ഞാൻ കഴിഞ്ഞ വർഷം 2024 ജൂലൈ മാസം ഞാൻ ന്യൂസിലൻഡിൽ പോയി. എനിക്ക് ഓസ്കി ആയിരുന്നു കിട്ടിയപ്പോൾ എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു. കാരണം ഒരു കൊഹർട്ട് ബാച്ചായിട്ട്, അതായത് ഒരു മാസത്തെ കോഴ്സ് 10 ദിവസം കൊണ്ട് അവർ ചെയ്ത് തീർക്കണം, 5 ദിവസം കൊണ്ട് ചെയ്ത് തീർക്കണമായിരുന്നു ടോട്ടൽ. ചെന്നപാടെ എക്സാം ആയിരുന്നു. അപ്പോൾ എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു. എൻ്റെ റൂമിൽ എനിക്കൊരു കുട്ടീനെ കിട്ടി. കുട്ടി ഓൾറെഡി ഉടമ്പടി എടുത്ത ഒരു കുട്ടി ആയതുകൊണ്ട് എനിക്ക് അവളുടെ കൂടെ പ്രാർത്ഥനയിൽ പങ്കുചേരാനും ഞങ്ങൾ രണ്ടുപേരും തൈലം പൂശി പ്രാർത്ഥിച്ച് എല്ലാ എക്സാം ദിവസങ്ങളിലും പോകുമായിരുന്നു. മാതാവിൻ്റെ ഒറ്റ അനുഗ്രഹം കൊണ്ട് ഒരു ദിവസം പോലും ഞാൻ എക്സാമിന് ഫെയിലാവുകയോ വർക്ക് കുറയോ ചെയ്യില്ലോ. ഞങ്ങൾക്ക് കാൽക്കുലേഷൻ എക്സാമിന് 100 ഔട്ട് ഓഫ് 100 കിട്ടുന്നായിരുന്നു. ഞാൻ മാതാവിൻ്റെ കാശ്വരം വെച്ച് പ്രാർത്ഥിച്ചതിൻ്റെ ശേഷമാണ് ഞാൻ എക്സാം എഴുതി തുടങ്ങിയത്. എനിക്ക് ആ ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ 100 ഔട്ട് ഓഫ് 100 കിട്ടുകയും ചെയ്തിരുന്നു. അതുപോലെ തന്നെ ഞാൻ വേറൊരു സാക്ഷി, ഞാൻ ഉടമ്പടി എടുക്കാത്ത ഒരു സാക്ഷിയാണ്. എൻ്റെ കുഞ്ഞിന് വേണ്ടി ഞാൻ പറയുന്ന സാക്ഷിയാണ്. കഴിഞ്ഞ മാസം 3-ാം തീയതി ഒരു 7:30 ആയപ്പോൾ കൊച്ച് ചെറിയൊരു കസേരയിൽ നിന്ന് വീണതേ ഉള്ളൂ. അന്നേരം അവൾ സാധാരണ കുഞ്ഞുങ്ങൾ കരയുന്ന പോലെ ഒന്ന് കരഞ്ഞു. തലയ്ക്ക് വേദനയുണ്ടെന്നൊക്കെ പറഞ്ഞായിരുന്നു. പക്ഷേ ഞങ്ങൾ അത്ര കാര്യമാക്കിയൊന്നുമില്ല. അത് കഴിഞ്ഞ് അവൾ ഫുഡൊക്കെ കഴിച്ച് നോർമലി ഉറങ്ങുന്ന പോലെ അവൾ ഉറങ്ങി. പക്ഷേ ഞങ്ങൾ അത് കഴിഞ്ഞ് അവളെ കിടത്താൻ നോക്കുമ്പോൾ അവൾക്കെന്തോ ഒരു വെല്ലാഴിക പോലെ തോന്നി. ഹസ്ബൻഡ് കുറേ പ്രാവശ്യം മോളെ കുഞ്ഞാവേ എന്ന് വിളിച്ചിട്ടൊന്നും ഇവൾ അനങ്ങുന്നില്ല. പെട്ടെന്ന് നോക്കിയപ്പോൾ കൊച്ചിൻ്റെ ഐസാണ് അബ്രോളിങ് ആയിപ്പോയി. കൊച്ചൊരു വടി പോലെ സ്റ്റിപ്പായിപ്പോയി. ഒന്ന് ഛർദ്ദിച്ചു. ഞാനും എൻ്റെ ഹസ്ബൻഡ് നേഴ്സാണ്. അപ്പോൾ എന്താ നടക്കുന്നതെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. പക്ഷേ ഞങ്ങൾ അപസ്മാരത്തിൻ്റേതായ ഒന്നും ഞങ്ങൾ അന്നേരം ചിന്തിച്ചിട്ടില്ലായിരുന്നു. പക്ഷേങ്കിൽ എന്താ സംഭവിക്കുക ഞങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലായില്ല. വീണ്ടും ഞങ്ങൾ താഴെ കൊണ്ടുവന്ന് കൊച്ചിനെ നോക്കിയിരുന്നു. കൊച്ച് ഒന്നും കൂടെ ഛർദ്ദിച്ചപ്പോൾ തന്നെ കൊച്ച് ഒരു നിശ്ചല അവസ്ഥയിൽ അൺറെസ്പോൺസീവ്നെസ് ആയിപ്പോയി. ഒന്നുമില്ല കൊച്ചിന്. ഞാൻ ഹാർട്ട് ബീറ്റ് നോക്കിയപ്പോൾ ഒന്നുമില്ല. ഞങ്ങൾ വേഗം വണ്ടി എടുത്ത്, കാരണം നൈറ്റ് ടൈം ആയതുകൊണ്ട് പീഡിയാട്രിഷ്യന്മാർ വരലേസാണ്. അങ്ങനെ ഞങ്ങൾ വർക്ക് ചെയ്യുന്ന ഹോസ്പിറ്റലിൽ തന്നെ ഇൻഫർമേഷൻ കൊടുത്ത് ഒരു പീഡിയാട്രിക് എമർജൻസി വരുന്നുണ്ടെന്നും പറഞ്ഞുകൊണ്ട് ഞങ്ങളെല്ലാവരും വിളിച്ചു പറഞ്ഞ്. എനിവേ എല്ലാവരും സജ്ജമായിരുന്നു. പക്ഷേ എനിക്കറിയാം ഏകദേശം 1 മണിക്കൂറോളം യാത്രയുണ്ട് ഞങ്ങൾ ആ ഹോസ്പിറ്റലിൽ എത്തണമെങ്കിൽ കൊച്ചിനെയും കൊണ്ട്. എൻ്റെ കൊച്ച് മരിച്ചെൻ്റെ കയ്യിൽ ഇരിക്കുന്ന അവസ്ഥയിലാണ് ഞങ്ങൾ യാത്ര ചെയ്യുന്നത്. ഞാനും എൻ്റെ മമ്മി എൻ്റെ ഹസ്ബൻഡും കൂടെയാണ്. ഹസ്ബൻഡ് വണ്ടി ഓടിക്കുന്ന കരഞ്ഞുകൊണ്ടാണ്. അപ്പോൾ ഹസ്ബൻഡ് പറയുന്നുണ്ട്, നീ ഉറക്കെ പ്രാർത്ഥിച്ച് നമ്മുടെ കുഞ്ഞിനൊന്നും സംഭവിക്കില്ല എന്ന്. പക്ഷേ എൻ്റെ കയ്യിലിരിക്കുന്ന കുഞ്ഞിൻ്റെ കയ്യിലൊരു പൾസോ ഒന്നും എനിക്ക് ഫീൽ ചെയ്യാത്തതുകൊണ്ട് എനിക്കറിയാം എൻ്റെ കുഞ്ഞിനൊന്നുമില്ല എന്ന്. ഞാൻ പോകുന്ന വഴിക്ക് ഇങ്ങനെ ഹോസ്പിറ്റലിൽ എത്താറായപ്പോഴും ഒന്നുമില്ല. ഞാൻ ഞുള്ളി നോക്കി, പിച്ചി നോക്കി, എല്ലാം ചെയ്ത് നോക്കി, കുഞ്ഞനങ്ങുന്നില്ല. അപ്പം ഞാൻ ഇങ്ങനെ പ്രാർത്ഥിച്ചു, എൻ്റെ സഞ്ചാരി മാതാവേ, നീ ഇന്നും ജീവിക്കുന്നവളാണെങ്കിൽ എൻ്റെ കുഞ്ഞിനെ എനിക്ക് തിരിച്ചു തരികയാണെങ്കിൽ നിൻ്റെ മുമ്പിൽ ഞാൻ എൻ്റെ കുഞ്ഞിനെ കൊണ്ട് വന്നേക്കാമെന്ന് ഞാൻ ഇങ്ങനെ പ്രാർത്ഥിച്ച് അന്നേരത്തെ ഞങ്ങൾ ഹോസ്പിറ്റലിലെത്തി. ഞാൻ അവിടെ നിന്ന സ്റ്റാഫിൻ്റെ കയ്യിലേട്ട് ഒരു വടിയ പോലെ ഒരു ശരീരം മാത്രമാണ് ഞാൻ കൊടുക്കുന്നത്. കുഞ്ഞിനെ ഇങ്ങനെ പ്രാർത്ഥിച്ച് കൊടുത്ത് ട്രോളിയിലേക്ക് കിടത്തിയതും കുഞ്ഞൊരു അബ്നോർമൽ ക്രൈ എന്നൊന്നും പറയില്ല, എങ്കിലും ഒരു സൈനായിട്ടൊരു അബ്നോർമൽ ക്രൈ ഉണ്ടായി. അത് കഴിഞ്ഞ് അവർ വേഗം പീഡിയാട്രിക് എമർജൻസി കൊച്ചിനെ കൊണ്ടുപോയി. പക്ഷേ കൊച്ച് ഉള്ളിൽ ചെന്നപ്പോൾ തന്നെ കൊച്ച് കരഞ്ഞു. കൊച്ചിന് ക്യാനിൽ ഇട്ടപ്പോഴും എല്ലാം കൊച്ച് കരഞ്ഞ് റെസ്പോണ്ട് ചെയ്തു. അത് കഴിഞ്ഞ് പെട്ടെന്ന് അവർ എടുത്തു. സീറ്റ് ചെയ്തത് നോർമലായിരുന്നു. സീറ്റ് നോർമലായതുകൊണ്ട് ഇനി അപസ്മാരത്തിൻ്റെ എന്തെങ്കിലും ആണോ എന്നറിയാൻ വേണ്ടി ഡോക്ടേഴ്സ് പറഞ്ഞു, എന്നാൽ EG ചെയ്യാമെന്ന് പറഞ്ഞു. EGയും ചെയ്തു. അതും നോർമലായി. ഈ സമയമെല്ലാം മാതാവിൻ്റെ കാശ്രൂപവും ഒരു കുഞ്ഞൊരു മാതാവിൻ്റെ രൂപവും എൻ്റെ മൊബൈലിൽ എപ്പോഴും ഉണ്ടാകും.
അത് വെച്ച് ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. മാതാവിനോട് ഞാൻ മുട്ടിപ്പായിട്ട് മാതാവ് നിൻ്റെ മുമ്പിൽ ഞാൻ കുഞ്ഞിനെയും കൊണ്ട് വന്നേക്കാവേ, എൻ്റെ കുഞ്ഞിനെ എനിക്ക് ജീവനോടെ തിരിച്ചു തരണേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിച്ചിരുന്നു. ഫലമായി അമ്മ മാതാവ് എനിക്ക് എൻ്റെ ഈ കുഞ്ഞിനെ തിരിച്ചു തന്നതെ ഞാൻ സാക്ഷ്യപ്പെടുത്തുന്നു. ഉടമ്പടി ജീവിതത്തിൽ ഞാൻ 2021 തൊട്ട് തന്നെ ഞാൻ പ്രേക്ഷിത വിലയായിട്ട് ചെയ്യുന്നത് ഉടമ്പടി പത്രം ഞാൻ ഇവിടെ വന്ന് പുതുക്കുമ്പോഴെല്ലാം മേടിക്കും, എല്ലാം വിതരണം ചെയ്യാറുണ്ട്. പിന്നെ കാരുണ്യപ്രവൃത്തിയായിട്ട് ചെയ്യുന്നത് ഞങ്ങൾ മെഡിക്കൽ കോളേജുകാർ വന്ന് ഫുഡ് എടുക്കാറുണ്ട്, ഞങ്ങളുടെ അവിടെ അങ്ങനെ ഫുഡ് കൊടുക്കാറുണ്ട്. പിന്നെ വസ്ത്രം ഞാൻ അവിടെയുള്ള പാവപ്പെട്ട കുട്ടികൾക്ക് വസ്ത്രങ്ങൾ കൊടുക്കാറുണ്ട്. ആത്മീയ ജീവിതത്തിൽ എൻ്റെ പ്രാർത്ഥനാ ജീവിതത്തിൽ ഞാൻ കുറച്ച് പ്രാർത്ഥിക്കാൻ സമയം കണ്ടെത്തുകയും വ്യക്തിപരമായ പ്രാർത്ഥനയിൽ ഞാൻ മുന്നേറുന്നുണ്ട്. ഞാൻ ഒഴിവു സമയങ്ങളിലൊക്കെ മാക്സിമം ഞാൻ പ്രാർത്ഥിക്കാനാണ് നോക്കുന്നത്. അല്ലെങ്കിൽ ഞാൻ ദൈവവചനം കേൾക്കുകയോ അല്ലെങ്കിൽ അച്ഛൻ്റെ ടോക്ക് കേൾക്കുകയോ, റിപ്പീറ്റ് ആണെങ്കിലും കേട്ടതാണെങ്കിലും 5 മിനിറ്റോ ഉള്ളെങ്കിൽ അത് കേൾക്കാനാണ് ശ്രമിക്കുന്നത്.